വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തിരുവനന്തപുരം ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ്. ഡെപ്യൂട്ടി കലക്ടർക്ക് അന്വേഷണ ചുമതല നൽകി. അപകടത്തിൽ ടൂറിസം ഡയറക്ടർ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഇന്ന് റിപ്പോർട്ട് നൽകും. അപകടമുണ്ടായ ശനിയാഴ്ച കേരള തീരത്ത് വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബീച്ചുകളിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിച്ചത്. ഇക്കാര്യം ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ടിലും ഉണ്ടാകും. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി. ഇക്കാര്യത്തിലൊരു പ്രാഥമിക അന്വേഷണം നടന്നോ? എന്ത് റിപ്പോർട്ടാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്? ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടൂറിസം മന്ത്രിക്ക് ടൂറിസം ഡയറക്ടർ ഇന്ന് അല്പസമയങ്ങളിൽ തന്നെ റിപ്പോർട്ട് കൈമാറും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി മനസ്സിലാകുന്നത് ശനിയാഴ്ചയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശനിയാഴ്ച കേരള തീരത്ത് ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരുന്നതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിച്ചത്. സർക്കാരും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്ന ജോയ് വാട്ടർ സ്പോർട്സ് എന്ന കരാർ കമ്പനിയും തമ്മിലുള്ള വ്യവസ്ഥയനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കരുത് എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ടൂറിസം വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് റിപ്പോർട്ടിലുണ്ടാകും. മറ്റൊന്ന്, വലിയ തരത്തിലുള്ള ആക്ഷേപം വരുന്നത് തീരദേശ പരിപാലന ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണം തീരദേശ മേഖലയിൽ നടത്തുന്നെങ്കിൽ പ്രത്യേക അനുമതി വേണം. പക്ഷേ ഇത് താൽക്കാലിക നിർമ്മിതിയാണ് എന്ന് കാട്ടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അനുമതി വാങ്ങിയത്. അത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന ആക്ഷേപം ശക്തമാണ്. ഇതുകൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന കാര്യവും റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.